വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ വാദം പൊളിച്ചടുക്കി ആർ. ശ്രീലേഖ. എം.എൽ.എയോട് ഓഫീസ് കെട്ടിടം ഒഴിയാമോ എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ആർ. ശ്രീലേഖ പ്രകോപനപരമായി സംസാരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഫോൺ സംഭാഷണം എം.എൽ.എ പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു. നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാനൊരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേയറുടെ സ്ഥാനം ഇരുന്നപ്പോൾ അതിന് ശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം എം.എൽ.എ ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദേവിയെ ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. മധു കേട്ടതാണ്, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.